ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിന്നൊരു വെണ്ടയ്ക്ക കൊണ്ടൊരു മോര് കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. വെണ്ടയ്ക്ക എല്ലാവരും വെച്ച് കാണുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഞാൻ വെക്കുന്ന രീതി വലിയ സംഭവമൊന്നുമല്ല, എന്നാലും നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് കറി കൂട്ടാൻ കേട്ടോ. വെണ്ടയ്ക്ക എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒന്ന് വറുത്ത് എടുക്കണം എനിക്ക്. ഞാൻ ഉപ്പിട്ടിട്ട് വെണ്ടയ്ക്ക വാട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ വറുത്തെടുത്തിരിക്കുക, കാരണം അതിൻ്റെ കിളുകിളുപ്പ് മാറുന്നവരെ നമ്മൾ വറുത്തെടുക്കുക കേട്ടോ. ഇത് കറി വെക്കാനുള്ള പരിപാടിയാണേ. തൈര് നമ്മളൊരു മിക്സിയുടെ ജാറിനകത്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പിട്ട് ഞാൻ തൈര് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് ഇച്ചിരി മിൽക്ക് പൗഡറാണ് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എടുക്കുന്ന കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡറാണ് ഞാൻ ഉപയോഗിക്കാറ്, കാരണം നല്ല ടേസ്റ്റുമാണ്, ജോലിയും കുറയുമല്ലോ. പക്ഷേ നല്ലതാണ്, ഞാനതാണ് എടുത്തിട്ടിട്ടുണ്ട്. ഈസ്റ്റേണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇനി എനിക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ച്, ഒരു പിടി ഉള്ളി ഞാൻ എടുത്തായിരുന്നു, നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, കാന്താരി മുളകാണ്, നല്ല എരിവുണ്ടാവും. പിന്നെ നമുക്ക് കുറേയേറെ കറിവേപ്പില എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഉപയോഗിക്കും. പിന്നെ കുറച്ച് ഉണക്കമുളക് വേണം. പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും. ഇത്രയും നമ്മൾ മൂപ്പിച്ചിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. നല്ലപോലെ മൂക്കുന്നവരെ വഴറ്റണം. കണ്ട, നോക്കിക്കേ, ഇതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം ഈ തൈര് അരച്ചതൊന്ന് ആ കൂട്ടം ഒഴിച്ചു കൊടുക്കാൻ പോവാനേ കേട്ടോ. ഞാൻ തേങ്ങയുടെ പാലിൻ്റെ ഒരു കൂട്ടും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കറി അങ്ങ് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കുമള വരുമ്പം നമ്മൾ നിർത്തണം കേട്ടോ. കണ്ടോ, നമ്മുടെ കറി ഏറെക്കുറെ എല്ലാം പണിയും കഴിഞ്ഞ്. ഇനി നമുക്ക് ഒരു ഇച്ചിരി ജീരകപ്പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയും ഒരു ശകലം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടായിരുന്നു നേരത്തെ, കാരണം ഞാൻ തൈരടിച്ചപ്പം ഉപ്പിട്ടായിരുന്നു. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക വാട്ടിയപ്പോഴും ഉപ്പിട്ടായിരുന്നു. അപ്പം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. കണ്ടേ, ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ കറി? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ കറിയുടെ പണിയെല്ലാം കഴിഞ്ഞു. നോക്കിക്കാം നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന്. വെണ്ടയ്ക്ക മോര് കറിയാണ് വെച്ചത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലപോലെ ഉണ്ടാക്കി കഴിക്കുക. ഞാൻ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. 2-3 ദിവസം നമുക്ക് വെച്ചേക്കാനും പറ്റും, അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്നാൽ എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ, ചോറ് തരാമല്ലോ. കറി എന്തെങ്കിലും വെച്ചാൽ ടെസ്റ്റ് ചെയ്ത ഞങ്ങളുടെ ലിജോ മോളാണ് കേട്ടോ. ലിജോ മോള് പറഞ്ഞേ ഉപ്പ് കുറവുണ്ടെന്ന്. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ലിജോ മോള് പറഞ്ഞാൽ നമ്മൾ ഉപ്പിടാതിരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടിട്ടതാ. അപ്പം നമ്മുടെ കറി കണ്ട എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല കുറുകുറാന്നുള്ള വെണ്ടയ്ക്ക മോര് കറി, സൂപ്പർ കറി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ട പറയണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.